ഞങ്ങളാരും കിച്ചുവിനെ അങ്ങോട്ട് പോകേണ്ടത് നീ അവിടെ പോയി പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല. ഫ്ലവേഴ്സുകാർ അതെല്ലാം സത്യം അറിയാം. 24കാരാണ് അവൻ അവിടെ വീട്ടിൽ പഠിപ്പിക്കുന്നത്. തടസ്സമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് തങ്കൻ ആരാന്നറിയോ? തങ്കൻ ഞാനാടാ കൂട്ടുകാരാ. സോ ഗൈസ്, നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ് വിഷയം. പക്ഷേ ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുകയേ ചെയ്യരുത്. നിങ്ങൾ കുറച്ച് സ്ട്രെസ്സിലോ ഡിപ്രഷനിലോ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. സോ ഈ വീഡിയോക്കകത്തോടെ നമ്മൾ സംസാരിക്കാൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തങ്കച്ചേനുണ്ടല്ലോ, ഇവിടെ ഓന്തു മാറുമോ ഇതുപോലെ നിറം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രേഷ്മ പി തങ്കച്ചനാണെങ്കിൽ ഡബിൾ സ്റ്റാൻഡിങ് സിൻഡ്രോം ഓഫ് ദ വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു പ്രോബ്ലം പുള്ളിക്കാരിക്കുള്ളതാണ്. അത് എവിടെ നിന്ന് വന്നു? 10 ഗുണം 10 ഗുണം അത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബിഷപ്പ്, ഇവർക്ക് സ്ഥലം അനുവദിച്ച് കൊടുത്തേക്കുന്ന ആ ഒരു ബിഷപ്പ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നിടാവേ, പുള്ളി ഞങ്ങൾക്കെല്ലാം ഒരു വെല്ലുവിളിയാണ്. ഒന്നെങ്കിൽ പുള്ളി ഒരു റിയാക്ഷൻ ബ്ലോഗറായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് മാറും, അല്ലെങ്കിൽ പുള്ളി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ വിന്നറായിട്ടേ പുറത്തിറങ്ങി വരത്തുള്ളൂ. കാര്യം നമുക്കെല്ലാം വെല്ലുവിളി ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചേക്കുന്നത്. അവരെ റോസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുമല്ലോ, തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് അതൊക്കെ ഈ ഒരു വീഡിയോക്കകത്തൂടെ കാണാം. നമ്മുടെ തങ്കൻ ചേട്ടൻ എന്താണ് ആ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. എനിക്ക് ആ വീട് വേണ്ട, ആ ഫിറോസ് എന്ന് പറയുന്ന അവൻ ഞങ്ങൾക്ക് മറ്റേ സർട്ടിഫിക്കറ്റ് തന്നില്ല, മറിച്ച് തന്നില്ല, ഞങ്ങൾക്ക് ഫാൻ ഇടിഞ്ഞ് വീണു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ആർക്കും ചെയ്യരുതേ എന്ന് കെഞ്ചിരുന്ന നമ്മുടെ തങ്കൻ ചേട്ടൻ, നമ്മുടെ തങ്കണ്ണൻ പറ. ഈ ഇതിൻ്റെ കേസരീച്ചിലെ ചെയർമാനായിരിക്കുന്ന ആളെ വീട് വെച്ച് തന്നാൾ ഫിറോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് മുതൽ കഴിഞ്ഞ ദിവസം വരെ. അത് ഉള്ള കാര്യം കേട്ടോ, സാറെന്നല്ല, അക്ഷരം മാറ്റിയിട്ട് വേറെ പലതും വരുന്ന നമ്മുടെ തങ്കണ്ണൻ വിളിച്ചോണ്ടിരുന്നത്. കാര്യം തങ്കൻ ചേട്ടനല്ലേ, തങ്കൻ ചേട്ട ആലിപ്പഴം എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ വിളിക്കുള്ളൂ. അങ്ങനെ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതുപോലെ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടണം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താല്ലേ, വളരെ സ്നേഹവും സന്തോഷവും മാത്രമേ നമ്മുടെ ഫിറോസിക്ക് എടുത്ത് നമ്മുടെ തങ്കഞ്ചേനുള്ളൂ. നമ്മളെല്ലാം വെറുതെ തെറ്റിദ്ധരിച്ചല്ലേടേ. ഓന്തു മാറുമോ ഇതുപോലെ നിറം? ഞാൻ പറഞ്ഞില്ലേ, രേഷ്മ പി തങ്കച്ചൻ 10 ഗുണം 10 ഗുണം അങ്ങനെ വരുവുള്ളൂ. സന്തോഷമുണ്ട്, അവരോട് കടപ്പാടുമുണ്ട്. ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല. കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതിന് പിന്നിൽ പൈസ മുടക്കി ആർക്കും ഒരു പൈസ എങ്ങനെ മുടക്കി അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും, മരണം വരെ അങ്ങനെ ഉള്ളൂ. പിന്നെ ആ പ്രാർത്ഥനയായിരുന്നു അല്ലേ കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്തോടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ശിവനെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ബാക്കി പറഞ്ഞാട്ടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ, രേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോന്ന്, വീട് ചോരുന്നുണ്ട്, ഇതുപോലെ നിങ്ങളെ പോലെ ഒരു വീഡിയോ കഴിച്ച് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇതിന് ആധികാരമായിട്ട് നമുക്ക് പറയാൻ അറിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഉണ്ടെന്നില്ല, ചോരുന്നുണ്ടെന്ന്. അപ്പം ഇത് അതെ, നമ്മുടെ തങ്കണ്ണൻ പറഞ്ഞു, പിന്നെ അതിൽ അപ്പീലില്ല. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ തന്നെ അങ്ങോട്ട് ചോദിപ്പിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ചോദ്യം എന്നുള്ളത്. പിന്നെ ആധികാരികമായിട്ട് പറയുമ്പോൾ തീർച്ചയായും ശരിയാണ്. അങ്ങനെ എങ്ങനെയാണ് രേഷ്മ പി തങ്കച്ചൻ ആധികാരികമായിട്ട് പറയുന്നത്? ഭൂമിയിൽ നിന്ന്, കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ നീരാവിയായിട്ട് മേലോട്ട് പോയിട്ട് ആകാശത്ത് മേഘമായിട്ട് രൂപപ്പെട്ട് അവിടുന്ന് കാറ്റടിച്ച് ഇങ്ങോട്ട് പറന്നു വന്ന് നമ്മുടെ വീടിന്റെ മണ്ടക്കൂടെ മഴ പെയ്ത് പിന്നെ വീണ്ടും ഇങ്ങനെ ഈ ഉണ്ടാകുന്ന ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ കാറ്റിലൂടെ ആണെങ്കിൽ ഈ വെള്ളങ്ങൾ മുഴുവൻ ഇങ്ങനെ തെറിച്ച് അകത്തോട്ട് കയറിയിട്ട് നമ്മളെ ഉൾപ്പുളകം കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ വലിയൊരു സംഭവം ഉണ്ടാക്കി എന്ന് വേണമായിരുന്നു പറയാനെ കൊണ്ട്. അവിടെ ഈ ചാറ്റലാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതിനെ ആധികാരികമായിട്ട് ആക്കിക്കൊണ്ട് എൻ്റെ പൊന്നിടാവേ തങ്കഞ്ചേട്ടൻ്റെ ഒരു കുറുമ്പേ. വീട് ഇവിടെ കെട്ടി ഞങ്ങൾ വാടക വീട് ഒഴിച്ച് ഇവിടെ വന്നു. അവനായിരുന്നു ഇപ്പോൾ പഠിക്കാനായിട്ട് അങ്ങ് പോയി. അവൻ ഇനി 1 കൊല്ലം കൂടെ പഠിത്തമുണ്ട്. അവൻ കൊല്ലത്ത് നിന്ന് അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവരുടെ വല്യമ്മയുണ്ട്, അച്ഛമ്മയുണ്ട്. അവരവിടെ താമസിച്ചുണ്ട്. അവൻ അവിടെ നിന്ന് പഠിക്കുന്നു. ഞങ്ങളാരും കിച്ചുവിനെ അങ്ങോട്ട് പോകേണ്ടത് നീ അവിടെ പോയി പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞില്ല. ഫ്ലവേഴ്സുകാർ അതെല്ലാം സത്യം അറിയാം. 24കാരാണ് അവൻ അവിടെ വീട്ടിൽ പഠിപ്പിക്കുന്നത്. അതിനാണ് ആൾക്കാർ, അവനും അറിയാം. ഞങ്ങൾ അവനെ ഓടിച്ചില്ല, അത് അവനറിയാമല്ലോ. അവനിവിടെ ഞങ്ങൾ താമസിക്കേണ്ടത് പറഞ്ഞിട്ടില്ല കേട്ടോ. അവൻ പറഞ്ഞിട്ടില്ല ഇവിടെ താമസിക്കരുതെന്ന് കിച്ചു പറഞ്ഞിട്ടില്ല. അവൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല. പിന്നെ നാട്ടുകാർക്കും ഇതുപോലുള്ള ആൾക്കാർക്കുമാണ് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് വന്ന് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. തങ്കച്ചേട്ടൻ എന്ത് ഈ പറയണേ? നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വീട് വേണ്ട, ഞങ്ങൾ ഏതെങ്കിലും വാടക വീട്ടിലോട്ട് പോട്ടെ, ഞങ്ങൾക്ക് ആരും ഇങ്ങനെ ഞങ്ങളെങ്ങനെ സഹായിച്ചുകൊണ്ട് വീർപ്പ് മുട്ടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളല്ലേ. എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രോഫിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇത്രയും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ വന്നേക്കുന്നത്. ഇവിടെ ആ ട്രോഫിയുടെ വിഷയം മുങ്ങിപ്പോയി. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഇത്. അതിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നില്ല, മറ്റേ ബിഷപ്പ് തന്നെ ഒന്ന് പറയുന്നുണ്ട്. ബിഷപ്പ് നല്ല രീതിയിൽ ഇവരെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിലോട്ട് വരാം. എന്തായാലും നമ്മുടെ തങ്കണ്ണം ബാക്കി പറഞ്ഞാട്ടെ. സാരമില്ല, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ല. ഇപ്പം എനിക്ക് സ്വന്തം വീടുണ്ട്, ഞാൻ അന്നേരം അടച്ചു പൂട്ടിട്ട് പോകാം. അല്ലെ തന്നെ വേറൊരു ഇത് ഞാൻ എങ്ങോട്ടും വാടകയ്ക്ക് പോയാൽ തന്നെ ഇപ്പോൾ പോകാൻ ഞാൻ തീരുമാനിച്ചെന്ന് വെച്ചു. ഞങ്ങൾ പോവാം മനുഷ്യനാണ്. നമുക്ക് ഒത്തിരി നാണക്കേട് ഇതുപോലെയൊക്കെ ഈ ഉണ്ടാക്കി തന്നവർ തന്നെ പറയുമ്പോൾ നമുക്കൊരു വിഷമം കൂടും. പുള്ളി ഇപ്പോൾ പറയുന്നത് അന്ന് പുള്ളി ഉണ്ടാക്കി 1 വർഷം മുമ്പ് ഉണ്ടാക്കിയത് ഇതുപോലെ. ഞാൻ ആരും ഭീഷണിപ്പെടുത്താനോ ഒന്നും പോട്ടെ, എന്നെയാണ് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയത്. നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ തങ്കഞ്ചേട്ടനല്ലേ, അല്ലാതെ വീരപ്പനൊന്നും അല്ലല്ലോ.
എടി എന്തോന്നൊക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ അനക്കൊണ്ട് വീടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾ മറ്റൊരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നു അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ്, കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് വേറെ വീടില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നു. എന്താ ഉദ്ദേശിച്ചത്? എന്താ ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ സ്റ്റാൻഡിങ് സിൻഡ്രോം ഓഫ് ദി വിക്കിപീഡിയ കൊച്ചു കള്ള്. പിന്നെ ഇവിടെ നിങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലിപ്പോൾ എന്താണ് ആൾക്കാർക്ക് പ്രശ്നം? ശരിയാണ്, നിങ്ങൾ അവിടെ നിൽക്കുന്നതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന രേഷ്മയുടെ ആണെങ്കിൽ തൊട്ട് പുറകിൽ ഞങ്ങളൊരു വാടക വീട് എടുക്കുന്നത് അവരെ നോക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവർ ഇതേ സഹോദരി തന്നെ പിന്നീട് ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അവർക്കും അവരുടെ ഭർത്താവിനും കയറി താമസിക്കുന്നുണ്ടായിരുന്ന ആ ഒരു വീടായിരുന്നു അത്. ഇതൊക്കെ പറയാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയും ചർച്ചയാവാനും ആൾക്കാർ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള കാരണം എന്തായിരുന്നു? കിച്ചുവിൻ്റെ ആ ഒരു വീഡിയോക്കകത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പം നമ്മുടെ സുധിച്ചേട്ടൻ്റെ ആണെങ്കിൽ അവാർഡ് കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നും അതേപോലെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെയും പ്രതീഷിൻ്റെയും ട്രോഫിയൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളതും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും കറങ്ങുന്നത്. അതൊക്കെ ഡൈവേർട്ടായിട്ട് ഒരു സൈഡിലോട്ട് മാറിപ്പോയെ ഇതാരും മറക്കൂല. നിങ്ങൾ മാറ്റി അത് ഡൈവേർട്ടാക്കി കൊണ്ടുവന്നേക്കുന്ന ഒരു വിഷയമാണെന്നുള്ളത് അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്, എത്രയും കൊണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് മെനയാവണില്ലല്ലോ. കാരണം വരെ ഒരിക്കലും ഫിറോസ് എന്ന് പറഞ്ഞ ആൾ എന്നെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഞാനും അതേപോലെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സംസാരിച്ചാലും പിന്നെ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. പ്രായമുള്ള അപ്പന്മാരെ അമ്മമ്മമാരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വേണ്ട, ഈ ഡയലോഗ് ഞാൻ കഴിഞ്ഞ വീടിക്കകത്ത് പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. എന്താ ഞാൻ പറയാൻ പോകുന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എടോ തങ്കൻ ചേട്ടാ, തങ്കണ്ണ, നിങ്ങൾ കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്ത് വന്ന് പറഞ്ഞെന്താണ്, ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും തരുന്നില്ല, അങ്ങനെയാണ് നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. തൊട്ട് മുന്നേ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നെ നിങ്ങൾ പറഞ്ഞാണ് നിങ്ങളെയാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. പക്ഷേ നിങ്ങൾ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ്? എനിക്കുണ്ടല്ലോ ഇത് കേട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. മനസ്സിലായി? ഇതൊക്കെ കേൾക്കുന്ന ഞങ്ങളെ സമ്മതിക്കണം. നിങ്ങൾ ഈ ഇതൊന്നും ചോരുന്ന കാര്യം പറയാനും നമ്പർ തന്നിട്ടില്ല. അത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ വിളിച്ച് എടുക്കത്തില്ല. പിന്നെ ഒരു മനോജ് എന്ന് പറഞ്ഞ എഞ്ചിനീയറുണ്ട്, പുള്ളി വിളിച്ച് പുള്ളി പറഞ്ഞു നമുക്ക് ചെയ്യാം. അവരാണെന്ന് പറഞ്ഞ എഞ്ചിനീയർ ഇവിടെ വന്ന് ബാക്കി പരിപാടി എല്ലാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്നും പറഞ്ഞു. ഓക്കെ, നിങ്ങളപ്പോൾ ആ മാനേജറിനെയാണ് വിളിച്ച് സംസാരിച്ചത്, ഫിറോസിക്കാനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്തൂടെ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ആ ഒരു വ്യക്തിനെ പറ്റിയിട്ടായിരുന്നില്ലേ? ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി? എൻ്റെ തങ്കണ്ണ, അണ്ണനെ വിളിക്കേണ്ട പേര് വേറെയാ. പോക്കോ അവിടുന്ന് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. കിച്ചു അവന് 21 വയസ്സായി, കോളേജ് പഠിക്കുന്നു, അവന് പ്രായപൂർത്തി, ഒരു പുരുഷപ്രാപ്തി, അവനെല്ലാം അറിയാം അല്ലേ? അവന് ഇനി പഠിച്ചൊരു ജോലി, ഞാൻ അവനോട് പറഞ്ഞു തരാം, പഠിച്ചൊരു ജോലി എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി സമ്പാദിക്കാം, അത് കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കണം. കുഞ്ഞിനല്ല, അപ്പം നിങ്ങളെല്ലാവരും ഞാൻ നോക്കിയോളാം. അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളെ നോക്കിയില്ലെങ്കിൽ വേണ്ടി നോക്കിയില്ല, ഇവനെ മാത്രം നോക്കാം. ആ ഒരു വല്യപ്പൻ എന്നുള്ള രീതിക്ക് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, കാരണം ഇവൻ കുഞ്ഞായത്. കിച്ചു അങ്ങനെ പറയും, കാരണം കിച്ചു ഒരു നല്ലൊരു പയ്യൻ തന്നെയാണ്. കാര്യം നിങ്ങളുടെ കൂട്ടത്തെ ഇങ്ങനത്തെ കോപ്രായങ്ങളൊന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ കോക്കാമ്പീച്ചിയൊന്നും നമ്മുടെ കിച്ചു കാണിക്കാറില്ല. പിന്നെ കിച്ചു അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ അത്രത്തോളം വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. എങ്ങനെ? ആ ഒരു വീഡിയോയുടെ താഴെയാണെങ്കിൽ കമന്റ് ബോക്സിൽ എന്താ അന്യരെ പോലെ എന്ന് പറഞ്ഞ ആൾക്കാർ ഇട്ടിരിക്കുന്ന കമന്റിന് കിച്ചു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. കിച്ചു പറയാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. കിച്ചു കാണാതെ അങ്ങനത്തെ കമന്റ്സ് ഒന്നും റെസ്പോണ്ട് ചെയ്യൂലല്ലോ. വെറുതെ വന്നിട്ട് റാൻഡമായിട്ട് ഇങ്ങനെ അങ്ങ് ലൈക്ക് ചെയ്ത് പോയേക്കാന്ന് വിചാരിച്ചേക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. കണ്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ചെയ്തേക്കുന്ന ഒരു കാര്യമല്ലേ? നിങ്ങളിവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ കഴിഞ്ഞ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഭ്രാന്തായിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച് ആ വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് എത്രത്തോളം പൊളിയും. ഇവിടുന്ന് അങ്ങോട്ട് മാറിപ്പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെവിടെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അവൾ വന്നാൽ ഇവിടെ പാവ വീട്ടിൽ ഇവനെ നോക്കിക്കൊണ്ടിരുന്ന വല്ല വരുമാനമുണ്ടോ? അപ്പോൾ അവൾ ജോലിക്ക് പോകുമ്പോൾ അവനെ ഏറ്റവും ഇത് വലിയമ്മക്കാട്ട് ഏറ്റവും ഇഷ്ടം അവൻ എന്നോട്. അപ്പം അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇപ്പം ഋതപ്പൻ ആ കുഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് മാറിയോ? തങ്കണ്ണ, നിങ്ങൾ അമ്മാരി വർത്താനം നിങ്ങൾ പറയരുത് കേട്ടോ. ഇവിടെ എത്രയോ അമ്മമാർ, എത്രയോ സ്ത്രീകളാണെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് സിംഗിൾ മാമായിട്ട് എത്രയോ ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അവിടെ അല്ല ഈ പോകുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങളെ ആക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു കാരണമാക്കിയിട്ട് ഒരു അമ്മമാർ ഇങ്ങനെ ഒന്നും പറയാറില്ല. ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ എനിക്കിപ്പോൾ ഒരു ബാധ്യതയാണ്, ബുദ്ധിമുട്ടാണ്, ഇതിനെ എങ്ങനെ നോക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അമ്മമാർക്ക് സിംഗിൾ മദറായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഇതൊരു കാരണമായിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മെഴുകുക എന്ന് പറയുമ്പോഴത്തെ ഇതിനൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത്? ആ മാതൃത്വത്തിന് പോലും ഒരു വിലയില്ലാതാക്കുന്ന വർത്താനല്ലേ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ കുഞ്ഞിനെ ഇനിയിപ്പോൾ നാട്ടുകാരാണോ ഒന്ന് നോക്കേണ്ടുന്നത്? നിങ്ങൾ തന്നെ കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്ത് പറയാണ് എന്നാൽ പിന്നെ നാട്ടുകാർ വന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ. നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. അല്ല, ഈ നമുക്ക് തന്നവരും ഈ ഓണർമാരും അല്ലെങ്കിൽ അതുപോലെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളെപ്പോലുള്ളവരോട് തന്നെ വിളിച്ച് പ്രതികരിക്കും. അല്ലെങ്കിൽ അതല്ല എൻ്റെ ശരി. ഞാൻ പറയുന്നില്ല, ഞാനിപ്പോഴും ഒരു അനാവശ്യമായിട്ട് ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താൻ, ഞാൻ ഭീഷണിപ്പെടുത്താൻ ആരാ ഞാൻ ഭീഷണിപ്പെടുത്താൻ? ഞാൻ ആരാ കേട്ടാ? എനിക്ക് പൊക്ക വരുന്നത് ഈ കുറുമ്പനുണ്ടല്ലോ, ഈ കുറുമ്പൻ്റെ അതേ കുറുമ്പ് നമ്മുടെ കുറുമ്പിക്ക് കിട്ടിയിട്ടുണ്ട്. ആർക്ക്? രേഷ്മ പി തങ്കച്ചന്. രേഷ്മ പി തങ്കച്ചൻ്റെ കുറുമ്പ് എവിടുന്ന് വന്നു? ഇവിടുന്ന് വന്നു. ഇനി നമ്മുടെ എന്തായാലും ഓന്തുപോലും ഇങ്ങനെ നിറമാറിയൊന്നുമില്ല. കാര്യം എത്ര അടിപൊളിയായിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി തിരുത്തി പറഞ്ഞേക്കുന്നത്.
ഫിറോസ് ഞങ്ങൾ ഈ പറയുന്ന അത്രയും ബഹുമാനത്തോടെ സന്തോഷത്തോടു കൂടി തന്നെ കാണുന്ന വ്യക്തിയാണ്. എന്നിട്ട് തൊട്ടപ്പുറത്തെ ഇന്റർവ്യൂവിൽ അയ്യോ ഞങ്ങൾക്ക് ഈ വീട് തരരുത്, ഞങ്ങൾക്ക് ഈ വീട് വേണ്ട, എന്ത് വീടാണിത് എന്നൊക്കെ പറഞ്ഞേക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അവിടെ നിൽക്കൊച്ചു കള്ള്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാദർ ആ ബിഷപ്പ് വന്നിട്ട് ഇവരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അടുത്ത ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. എന്തോരം ഇന്റർവ്യൂസ് ആണ് ഇതിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിഷപ്പ് പറയുന്ന കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം. രേണുസുതി പറഞ്ഞിട്ടാണോ പറയാതാണോ? എന്റെ വീടിനകത്തൊരു പ്രോബ്ലം ഉണ്ട്, ഞാൻ പറയാതെ എങ്ങനെ ഒരു മാധ്യമ സുഹൃത്ത് അറിയും? അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അവരറിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ചോദിച്ചത് അവരറിഞ്ഞ് ചോദിപ്പിച്ചതാണ്. അതിനകത്ത് ഇനി എന്റെ മേൽ എന്ത് നടപടി വന്നാലും അവർ അറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ ചോദിച്ചപ്പോൾ എന്റെ കുഞ്ഞ് ഇതിൽ കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. മാധ്യമ സുഹൃത്ത് എങ്ങനെ അറിഞ്ഞു ഇവരുടെ മകൻ ഇവർ കിടക്കുന്ന റൂം ചോരുന്നുണ്ടോ എന്നറിയാം? അപ്പൊ ഇവർ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ? മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന് മുഴുവൻ പേരെ കരിവാരി പുരട്ടാൻ വേണ്ടി രേണുസുതി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. എവിടെ ചെലവിന് കുടിപ്പ് ടീംസ്, എവിടെ ചോര കുടിപ്പ് ടീംസ്, എവിടെ ഇതൊക്കെ കാണുന്നുണ്ടാവോ? ഇതൊന്നും നമ്മൾ പറഞ്ഞില്ല. അവർക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തേക്കുന്ന ഒരു പുരോഹിതൻ പറയുന്ന വാക്കുകളാണിത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ല? ഒരാളെ കരിവാരി തേക്കാനും അവരുടെ ഭാവിക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലും വന്നേക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ. സോറി, നിങ്ങളുടെ രേഷ്മ പി തങ്കച്ചൻ. നിങ്ങൾ പോയി ചെലവിന് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഫാദറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പിന്റെ ആണെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, സത്യം പറയല്ലോ ഞാൻ അങ്ങ് ഫാനായി പോയി. കാര്യം അതുപോലെയാണ് പുള്ളി ഇവിടെ ഒന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ബാക്കിയും കൂടെ കേൾക്കാം. ഇന്ന് ഞാൻ കേട്ടു വീട് പൂട്ടി പോവാണെന്ന് പറഞ്ഞു. വീട് പൂട്ടി അവർ പോവാ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് എന്റെ പേപ്പറുകൾ റെഡിയാക്കണം. എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും. അത്രേ ഉള്ളൂ. ഇത് മാതൃകാപരമായിട്ടുള്ള കാര്യമായിട്ട് മാറണം. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇപ്പം അവർക്കൊരു സഹായം ചെയ്യാനെ കൊണ്ട് കുറച്ച് ആൾക്കാർ മുന്നോട്ട് വരുന്നു, അവർക്കൊരു വീട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ആ വെച്ച് കൊടുത്തേക്കുന്ന വീടിന് ഒരു മര്യാദ, ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവർ ചെയ്തേക്കുന്ന ആ ഒരു പ്രവൃത്തിയോടൊരു റെസ്പെക്ട് ഇല്ലാതെ ഇമ്മാതിരി പരിപാടി രേഷ്മയാണെങ്കിലും പി തങ്കച്ചനാണെങ്കിലും കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഈ പരിപാടി, ഇവർക്കെതിരെ കേസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കോടതിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ ഒരു സ്റ്റേഷനിൽ കയറുകയാണെങ്കിൽ അങ്ങനെ കയറി ഇറങ്ങട്ടെന്ന്. അമ്മാതിരി പരിപാടിയല്ലേ കാണിച്ചിരിക്കുന്നത്. ഒരാളെ കരിവാരി തേച്ച് അയാളുടെ ബിസിനസ്സിന് വരെ കോട്ടം തട്ടുന്ന രീതിയിൽ ഡിഫമേഷൻ കേസ് കൊടുക്കണം ഇവർക്കെതിരെ. അങ്ങനെ കുറച്ച് കിടന്നങ്ങ് ഓടട്ടെ. കാര്യം സോഷ്യൽ മീഡിയ ഉണ്ട്. താരറാണിയാണ്, താര ജോഡിയുടെ അപ്പാപ്പനാണത്. അപ്പനാണ് തങ്കച്ചേട്ടൻ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറേ സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ, ഹായ് ഗായ്സ് ഞാൻ ഭയങ്കരമായിട്ട് വലിയൊരു നടിയായിട്ട് മാറി. അപ്പം നടിയുടെ തൊട്ട് പുറകെ ആണെങ്കിൽ ബോബന് മുകളിലെ പട്ടിയുടെ കൂട്ടാണെങ്കിൽ വാലാട്ടിക്കൊണ്ട് ഒന്നെങ്കിൽ ഇവരുടെ അമ്മയായിരിക്കും അല്ലെങ്കിൽ അച്ഛനായിരിക്കും ഇങ്ങനെ നടക്കുക, മുഖം ടച്ചപ്പ് ചെയ്ത് കൊടുക്കാനും പാൻ കേക്ക് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. ഇവരുടെ സ്ഥാനത്ത് ഈ ഒരു സ്ഥാനത്താണെങ്കിൽ രണ്ടാൾക്കാരാണ്. ഒന്ന് പ്രതീഷ് ഉണ്ട്, രണ്ട് നമ്മുടെ തങ്കച്ചേട്ടനുണ്ട് ഇപ്പോൾ. പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഈ സഹോദരി ഒന്ന് തലപൊങ്ങി വന്നായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ പട്ടി വില കൊടുത്ത് കാരണം ഇപ്പോൾ സൈഡായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ പറയാൻ പറ്റുന്ന നാളെ ഇനി അവരുടെ ഇന്റർവ്യൂ ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. വരികയാണെങ്കിൽ നമുക്ക് അന്നേരം കൊടുക്കാടെ. ബാക്കി പറഞ്ഞാട്ടെ. സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരാൾ ഓർഫൻസിനെ, ആ കുഞ്ഞുങ്ങൾ ഒരാൾ തീർത്തു ഒരു ഓർഫനാണ്. അപ്പനും അമ്മയും മരിച്ചു പോയി. ഒരു കുട്ടിയുടെ, മൂത്ത കുട്ടിയുടെ, ഇളയ കുഞ്ഞിന്റെ പിതാവില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അനാഥമായ ഒരു അവസ്ഥ എന്നോട് എന്റെ സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി, ഒരു മാധ്യമ സുഹൃത്താണ് നിങ്ങളെ പോലെ, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അനാഥമായ അനുഭവം, അവർക്ക് വീടില്ല, തിരുമേനി ഒരുപാട് ചാരിറ്റി ഈ നാട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സഹായം ചെയ്യാമോ എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തത്. പക്ഷെ ഇപ്പൊ എന്നെ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ തന്നെ ചെയ്യണം. ഈ പാല് കൊടുത്ത കൈക്ക് കുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രേഷ്മ പി തങ്കച്ചന് അതിനൊരു അവാർഡ് കൊടുക്കണം. ഇനി അടുത്തൊരു അവാർഡ് ആരെങ്കിലും അതിനുകൊണ്ട് പോയി കൊടുക്കണം കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം. കാര്യം എപ്പോൾ പുറത്തിറങ്ങിയാലും അപ്പോൾ അവാർഡാണല്ലോ. പിന്നെ ഇവിടെ ഈ അനാഥർ ഈ ഒരു സാധനം പറയുന്നുണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ കിച്ചു ഒരു അനാഥനല്ല. കാര്യം നമ്മളെ സ്നേഹിക്കുക ഒരുപറ്റം ആൾക്കാർ നമ്മുടെ ചുറ്റും ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനും അനാഥനായിട്ട് മാറുന്നില്ല. കാര്യം കിച്ചുവിനെ തൻ്റെ കുടുംബക്കാർ സ്നേഹിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ പലരും ഈ പറയുന്ന പ്രസ്തുത വ്യക്തികൾ സ്നേഹിച്ചില്ലെങ്കിലും കേരളത്തിലുള്ള എല്ലാ മലയാളികളും ഒരേപോലെ ആണെങ്കിൽ കിച്ചുവിനെ സ്നേഹിക്കുന്നുണ്ട്. ആ കമൻസ് കിച്ചുവിൻ്റെ വീഡിയോയിലെ കമൻസ് ആണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് അതിൽ കിച്ചുവിനെ പറ്റിയിട്ട് വരുന്ന കമൻസ് ആണെങ്കിൽ അത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫൊന്നും എനിക്കെടുത്ത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ തങ്കണ്ണനെയും ഈ രേഷ്മ പി തങ്കച്ചനെ പറ്റിയിട്ട് നല്ല വർത്തമാനം ഞാൻ പറഞ്ഞേനെ. ഫാദറിന്റെ സ്ഥലം കൊടുത്തിട്ട് അത് കൊടുത്ത് ഫാദർ മൊത്തം സ്ഥലം വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വളരെ ഞാൻ ആരെയും തരം താഴ്ത്തി പറയല്ല. ഇവിടെ ബഹുമാനപ്പെട്ട മമ്മൂട്ടി സാറോ ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്റ്റാർഡമുള്ള ആക്ടർമാരോ ആക്ട്രസ് ആയിട്ടുള്ള വല്ല സിനിമയിലോ എനിക്ക് എല്ലാവരുടെ പേരറിയാം. അതുകൊണ്ട് നല്ല ഒരു സിനിമാ നടി ഇവിടെ എന്റെ പറമ്പിന്റെ അടുത്ത് എന്റെ കുടുംബ പ്രോപ്പർട്ടിക്കകത്ത് താമസിക്കുന്നുവെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിക്കും, ഫാദർ നമ്മുടെ ഇന്ന ആളുടെ മമ്മൂട്ടി സാറിന്റെ വീടിന് അടുത്തുള്ള പ്ലോട്ട് എനിക്ക് തരണേ, നല്ല വില തരാം. അവരോട് റിക്വസ്റ്റ് ആണ്. അദ്ദേഹത്തോടുള്ള ആരാധനയാണ്. രേണുസുതിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റിംഗ് പട്ടിപ്പുച്ചം പട്ടി താറ്റി വിട്ടേക്കാണ് നമ്മുടെ രേഷ്മ പി തങ്കച്ചനെ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മള് മഞ്ജു വാര്യറാണ്, മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞ് നടന്നേക്കുന്ന ടീമാണ്. ഇവിടെ ഒരു പട്ടിയുടെ വില പോലും അവിടെ നാട്ടുകാർക്ക് ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു സ്ഥലത്തിന് എങ്ങനെയാണ് ഇത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ബിഷപ്പ് ചോദിക്കുന്നത്. എന്തിയേ ചെലവിന് കൊടുപ്പ് ടീംസ് എന്ത് നിങ്ങൾക്കുള്ളതൂടെ തരുന്നുണ്ട്, നിങ്ങളിവിടെ വാങ്ങിച്ചിട്ട് പോക്കോ ഇവിടുന്ന്.
ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണുസുതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണുസുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയാം ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യ സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവിന് കൊടുക്കുന്നത്? ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. പറഞ്ഞു കൊടുക്കും ബിഷപ്പ് അങ്ങനെ അങ്ങോട്ട്. എന്തിയെ ചെലവിന് കൊടുത്ത ടീംസ് എന്തിയെ? മറുപടി പറ. ആരോഗ്യമുള്ള ഒരാൾക്ക് എന്തിനാടെ ചെലവിന് കൊടുക്കുന്നതിന്റെ ആവശ്യം എന്താണ്? ഇനി അത് മാത്രമല്ല, ഇവരെ മാതൃകയാക്കി കൊണ്ട് നടക്കുന്ന, ഇവരെ റോൾ മോഡലാക്കി കൊണ്ട് നടക്കുന്ന ചില ആളുകൾ കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ പറഞ്ഞാണ്, ഇതേ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ തന്നെ പറഞ്ഞാണ്. അവർ ഇൻസ്റ്റഗ്രാമിൽ കുറെ ആൾക്കാർ മെസ്സേജ് ഒക്കെ അയച്ചു പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് പറയാനുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളെ ഞങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ റോൾ മോഡലാണ് ചേച്ചി ഉയർ എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ടെന്ന്. അച്ചോ ബാക്കി കൂടെ പറഞ്ഞാട്ടെ. ബിഗ് ബോസിലേക്ക് അവർ പോവുകയാണ്. ഇതുകൊണ്ട് ഞാൻ അടക്കമുള്ളവർ അവർക്ക് എഗനസ്റ്റ് ആയി കഴിഞ്ഞു. തീർന്നു, മനസ്സിലായി. ഇനി അവർ എത്ര അതിനകത്ത് പോയി കളിക്കുമെങ്കിലും രേണുസുതിയുടെ 2 മുഖം ജനം കണ്ടു കഴിഞ്ഞു. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ 2 മുഖം ഉണ്ടാവട്ടെ. സത്യം, നേരത്തെ രേണു സുധി എന്നായിരുന്നു, ഇപ്പൊ രേഷ്മ പി തങ്കച്ചനായി. 2 മുഖം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് പോയാലും നമുക്ക് രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്. രേഷ്മ പി തങ്കച്ചൻ ഉയർ. മനസ്സിലാകുന്നുണ്ടോ? എന്റെ ഒറിജിനൽ മുഖമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് വിഷമമുള്ളതാണ് സംസാരിക്കുന്നത്. രേണുസുതിക്ക് ഡബിൾ ഫേസ് ആണെന്നുള്ള തെളിവാണ്. എന്നെ ക്രൂശിച്ച സമയത്ത് ആ വ്യക്തി എനിക്കിപ്പോ പ്രിൻസിയുടെ മുഖം ഓർമ്മയുണ്ടല്ലോ. കേട്ടോ, നമ്മുടെ ബിഷപ്പ് തന്നെ പറഞ്ഞു ഡബിൾ ഫേസ്. ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ സ്റ്റാൻഡിംഗ് സിൻഡ്രോം ഓഫ് ദി വിക്കിപീഡിയ. പ്രിൻസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും, പ്രിൻസിന്റെ ക്വസ്റ്റ്യൻ റെക്കോർഡല്ലേ? അപ്പൊ അവരോട് ചോദ്യം ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ലെന്ന് അവരോട് പറഞ്ഞു. എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ആരാണ് അറിയത്തില്ലെന്നാ പറഞ്ഞത്? പുള്ളിക്കാരത്തേക്ക് നിലനിൽപ്പ് നോക്കാൻ അറിയാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരത്തി രക്ഷപ്പെടത്തില്ല. സീരിയസ്ലി ഞാൻ പറയുക, രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ കാര്യത്തിൽ. ഞാൻ പറഞ്ഞിട്ട് ബിഷപ്പ് ഒന്നെങ്കിൽ റിയാക്ഷൻ വീഡിയോയിലോട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോകണം. കാര്യം കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലോസ്കിയാണ്. ഞാൻ പറഞ്ഞിട്ട് ഈ സീസൺ എന്തായാലും നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ പോകുമല്ലോ. തങ്കച്ചനകത്ത് പോകുമ്പോഴത്തേക്കിന് ഒന്നുകിൽ വൈൽഡ് കാർഡായിട്ട് ഈ പറയുന്ന പോലെ ബിഷപ്പിനെ അകത്തോട്ട് കയറ്റണം, അല്ലെങ്കിൽ നമ്മുടെ തങ്കച്ചനെ തന്നെ അകത്തോട്ട് കയറണം. കാര്യം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് രേഷ്മ പിയും തങ്കച്ചനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജഗട ആയെന്ന് വരും. പറയാൻ പറ്റില്ല, കാര്യം ഇവരായതുകൊണ്ട്. പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം, ബിഗ് ബോസിന്റെ ടീം ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബിഷപ്പിന് ഒരു വൈൽഡ് കാർഡ് ആയിട്ട് നിങ്ങൾ വിളിക്കണം. അത് പൊളിക്കും. കാര്യം നമുക്കെല്ലാം രസകരമായിട്ടുള്ളൊരു സീസൺ നമുക്ക് ഈ കൊല്ലം കാണാൻ പറ്റും. വലിച്ചു കയറിയ കാര്യം രേണുസുതി അറിഞ്ഞുകൊണ്ടാണ്, അറിയാതെ അല്ല. ചെറിയ കാര്യമാണ് ഇത്. ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ രേണുസുതിയുടെ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവര് ഒരു ആൻസർ നല്ല രീതിയിൽ കൊടുത്തോ? ഞാൻ കാണിക്കാം അവരെങ്ങനെ ആൻസർ കൊടുത്തേന്ന്. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അറിയത്തില്ല. അങ്ങനെയാണോ ആൻസർ കൊടുക്കേണ്ടത്? അവർ പറയണമായിരുന്നു ബിഷപ്പ് അതിനകത്തൊന്നും ഇടപെടുന്ന ആളല്ല, അങ്ങനെ പുള്ളിക്കാരൻ ചെയ്തിട്ടില്ലെന്ന് പറയണ്ടേ? പൊന്നോ, നിങ്ങൾ പൊളിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫാനായിട്ട് മാറി ഈ ഒരു ബിഷപ്പിന്റെ. ഉള്ള കാര്യം പറയാലോ, വലിച്ചു കീറി കട്ടാൻ പേസ്റ്റ് എല്ലാരും. നമ്മളിതുവരെ പറഞ്ഞൊന്നുമല്ല, നമ്മളൊക്കെ സൈഡായി. നമുക്കിനി ഇവിടെ റോളില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ബിഷപ്പ് ഒരു റിയാക്ഷൻ വീഡിയോയിലോട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോകണം. നിങ്ങൾ പൊളിക്കും. ഞാൻ ഫാനായിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. കാര്യം പൊളിച്ച മറുപടിയാണ്, കിടില മറുപടിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്ന ചെലവിന് കൊടുപ്പ് ടീംസ് ആണെങ്കിലും ചോര കൊടുപ്പ് ടീംസ് ആണെങ്കിലും നമ്മുടെ രേഷ്മ പി തങ്കച്ചനാണെങ്കിലും ഇവിടെ എന്താണ് അവർക്ക് എന്താണ് കുഴപ്പമെന്നാണ് ഈ ചെലവിന് കൊടുപ്പ് ടീംസിനടുത്ത് ഈ ബിഷപ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ് അവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. അവർ പോയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെയോ റീൽസ് ചെയ്യുന്നതിൻ്റെ ഇതൊന്നും അല്ലല്ലോ ആരും വിമർശനമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നത്. അവരുടെ വർക്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അത് അങ്ങനെ ജീവിച്ചോട്ടെ, അതിലിവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ ഈ പറയുന്ന മുന്നോട്ടുള്ള ബിസിനസ്സിനെയൊക്കെ അത്രയും ബാധിക്കുന്ന രീതിയിൽ കാണിച്ചു കൂട്ടിക്കുന്ന പരിപാടികളാണ്. എന്നിട്ട് ഈ തങ്കച്ചൻ വന്ന് പറഞ്ഞെന്താണ്, ഫിറോസിനെ ഞാൻ വിളിച്ചിട്ടില്ല, ഞങ്ങൾ കോൺടാക്ട് ഇല്ല, നമ്പരൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ട് പിന്നീട് പറയാണ് അയാളുടെ മാനേജറിനെയാണ് വിളിച്ചത്. കഴിഞ്ഞ ഇന്റർവ്യൂവിനകത്ത് എന്താണ് ഇവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇങ്ങനെ ലെക്കിൽ ലഗാനും ഇല്ലാതെ വന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഭാവി നശിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മുന്നോട്ടുള്ള കഞ്ഞുകൂടി മുട്ടിക്കുന്ന രീതിയിൽ ഇമ്മാതിരി പരിപാടി കാണിച്ചിട്ട് ഇതിനെയൊക്കെ നമ്മൾ വിമർശിക്കേണ്ടത്, ഇതിനെയൊക്കെ നമ്മൾ പറയേണ്ടത്. ഈ ഇത്തരം കപടമുളകളെ പറ്റിയിട്ട് ഇനി നമ്മൾ വലിച്ചു കീറുക തന്നെ ചെയ്യും. ഇനി എത്ര ചെലവിന് കൊടുപ്പ് ടീംസ് വന്നാലും എത്ര ചോര കൊടുപ്പ് ടീംസ് വന്നാലും ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ കിട്ടും. നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ.